ഈ കഥ നടക്കുന്നത് ഫ്യൂച്ചറിലാണ്. ടെക്നോളജിയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയം രാത്രിയാണ്. ആദ്യം കാണിക്കുന്നത് റഷ്യയിലെ ഒരു മിലിറ്ററി ഔട്ട് പോസ്റ്റ് ആണ്. അവിടെ ഇപ്പോൾ ഒരു അലാറം അടിച്ചു, ഒരു ഡേഞ്ചർ അലാം. എന്തോ അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പട്ടാളക്കാരും ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ ആ ഔട്ട് പോസ്റ്റിന്റെ വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവർ തോക്കെടുത്തിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഈ ഔട്ട് പോസ്റ്റിന്റെ അപ്പുറത്തായിട്ട് ഒരു വലിയ കാടുണ്ട്. അവിടെ നിന്നാണ് എന്തോ ഒരു സാധനം അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഈ സമയം താഴെ ബേസിൽ നിന്ന് അവരുടെ കമാൻഡർ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തിട്ട്. അവരെ ആ കാട്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ഒരു മനുഷ്യനല്ല, മനുഷ്യനെക്കാട്ടും വലിപ്പമുള്ള എന്തോ ആണ്. അതും കുറെ എണ്ണമുണ്ട്. മാത്രമല്ല നല്ല വേഗതയിലാണ് അവർ ഈ ബേസിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യമാണ് താഴെ നിന്ന് കമാൻഡർ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. അതെല്ലാം കേട്ട് വളരെ ശ്രദ്ധയോടെ ആ കാട്ടിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. ഏത് സമയം വേണമെങ്കിലും അവർ വെടിപൊട്ടിക്കും. ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് ഈ ലോകത്തിന് സംഭവിച്ചത്? ആരാണ് ഇവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസം മുമ്പിലേക്കൊന്ന് സഞ്ചരിക്കണം. 1 മാസത്തിനു മുമ്പ് റഷ്യയിലെ മോസ്കോ സിറ്റിയാണ് കാണിക്കുന്നത്. അവിടെ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ് നമ്മുടെ നായകനും നായികയും. ഹീറോന്റെ പേര് ഒലെഗ്, നായികയുടെ പേര് അലീന. ഈ ഒലെഗ് ഒരു മിലിറ്ററിക്കാരനാണ്, അലീനയാണെങ്കിൽ ഒരു ഡോക്ടറും. ഇന്നിപ്പം അവർ ഡേറ്റിങ്ങിന് വന്നിരിക്കുകയാണ്. ഇതേസമയം തന്നെ പാരീസ് സിറ്റിക്ക് മുകളിലൂടെ ഒരു വിമാനം പോകുന്നുണ്ട്. അതിനകത്ത് എയർ ഹോസ്റ്റസ് ഇങ്ങനെ യാത്രക്കാരുടെ ആവശ്യങ്ങളും ചോദിച്ചു നടക്കുകയാണ്. പെട്ടെന്നാണ് നിന്ന നിൽപ്പിൽ ആ എയർ ഹോസ്റ്റസ് മരിച്ചു വീഴുന്നത്. എയർ ഹോസ്റ്റസ് മാത്രമല്ല, ആ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു. അങ്ങനെ ഇപ്പോൾ പൈലറ്റും കൂടെ മരിച്ച സ്ഥിതിക്ക് വിമാനം ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ നേരെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് താഴേക്ക് വീഴുന്ന സമയത്ത് പാരീസും മൊത്തത്തിൽ ബ്ലാക്ക് ഔട്ട് ആവുകയാണ്. മാത്രമല്ല അവിടെയുള്ള എല്ലാവരും മരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ബ്ലാക്ക് ഔട്ട് ആയി. അവിടുത്തെ എല്ലാവരും മരിച്ചു. എന്നാൽ ഒരു പോർഷൻ മാത്രം ഒരു സർക്കിളിലായിട്ട് ജീവനുണ്ട്. ആ ഒരു ഏരിയയിൽ റഷ്യയുടെ ചില ഭാഗങ്ങളും ഉൾപ്പെടും, അതായത് ഈ മോസ്കോ സിറ്റിയൊക്കെ. ഈ സമയം തന്നെ ഒലെഗും അലീനയും അവരുടെ ഹോട്ടൽ റൂമിൽ നിൽക്കുകയാണ്. ഒലെഗ് ഇപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ അതിൽ കുറെ ഡ്രോണുകൾ പറക്കുന്നുണ്ട്. അത് പെട്ടെന്ന് അതെല്ലാം ഓഫായി, അതിങ്ങനെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ അവിടെ എന്തോ ഒരു പന്തികേട് തോന്നി. ഈ സമയം അവൾ അവനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അതേക്ക് അവൻ പറയുന്നത് സീരിയസ് ആയിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. മാത്രമല്ല ഈ സമയത്ത് സിറ്റിയിൽ നിന്നും സൈറൻ മുഴങ്ങുന്നുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരും വേഗം തന്നെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവരിപ്പോൾ നേരെ ലോബിയിലേക്ക് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ആ ലോബിയിൽ കൂടിയിട്ടുണ്ട്. അവിടുത്തെ ടിവിയിൽ ഇങ്ങനെ ന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അപ്പോൾ അതിലേക്ക് തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ഈ സമയം ന്യൂസ് റിപ്പോർട്ടർ പറയുന്നത് ലോകത്തിന്റെ 3/4 സ്ഥലങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് നഷ്ടപ്പെട്ടു. ആ കൂട്ടത്തിൽ റഷ്യയുടെ ഭൂരിഭാഗം സ്ഥലം ഉൾപ്പെടും. എന്നാൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ ഒരു ന്യൂക്ലിയർ അറ്റാക്കോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ആർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർ അതിനെക്കുറിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ന്യൂസിൽ പറയുന്നത്. അതെല്ലാം കേട്ട് ആൾക്കാരാണെങ്കിൽ ഒന്നും മനസ്സിലാവേണ്ട നിൽക്കുകയാണ്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മിലിറ്ററിയിലെ ഒരു ടീം ഇപ്പം എന്താണ് സംഭവിക്കുന്നത് അന്വേഷിക്കാൻ വേണ്ടി അവരുടെ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പോവാണ്. കുറച്ച് പട്ടാളക്കാർ ആ ഹെലികോപ്റ്ററിന്റെ അകത്തിരിക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് അവരുടെ മേജറായ ഡോൾമി അപ്പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ ഈ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ ഒരു റിപ്പോർട്ടറുണ്ട്. ഇവളുടെ പേര് ഒല്യ എന്നാണ്. ഇപ്പൊ ഡോൾമ അവരോട് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സൈലന്റ് ആയിട്ട് വേണം കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ജീവനും ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് മേജർ പറയുന്നത്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവരിപ്പോൾ താഴേക്ക് നോക്കി. അവർക്ക് താഴെ കൂടെ ഹൈവേ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ആ ഹൈവേയിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ ലൈറ്റ് ഉള്ളൂ. അതിനപ്പുറത്ത് മൊത്തം ബ്ലാക്ക് ആണ്. ആ ഏരിയ മുതലാണ് ഈ ബ്ലാക്ക് ഔട്ട് ആയ സ്ഥലങ്ങളുള്ളത്. ഈ ബ്ലാക്ക് ഔട്ട് ആയ സ്ഥലങ്ങളെ ഇവർ ക്വാറന്റൈൻ സോൺ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവരൊരു ക്വാറന്റൈൻ സൈറ്റിൽ അവരുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. ഈ സ്ഥലത്തിന്റെ പേര് കൈറോവ് എന്നാണ്. അങ്ങനെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവർ ആ ഏരിയ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സെർച്ച് ചെയ്ത് അവരൊരു വലിയ അപ്പാർട്ട്മെന്റിലേക്ക് കയറി. ആദ്യം അവർ പോയി നോക്കുന്നത് ആ അപ്പാർട്ട്മെന്റിലെ ഒരു സൂപ്പർ മാർക്കറ്റിനകത്തേക്കാണ്. അതിനകത്തെ കാഴ്ച അവർ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആ സൂപ്പർ മാർക്കറ്റിലെ ആൾക്കാരൊക്കെ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. നിന്ന നിൽപ്പിൽ വീണ് മരിച്ചാണ്. മാത്രമല്ല പട്ടാളക്കാർ അവരെ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളവർ മരിച്ചിട്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. പക്ഷെ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ അവിടെ സെർച്ച് ചെയ്തതിനു ശേഷം അവർ അടുത്തായിട്ട് പോകുന്നത് ആ അപ്പാർട്ട്മെന്റിന്റെ മുകളിലേക്കാണ്. എന്നിട്ട് അവരിപ്പം ഒരു റൂമിന്റെ അകത്തേക്ക് എത്തി. അവിടേക്ക് അവർ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ടേബിളിലായിട്ട് ഇങ്ങനെ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്. എന്നാൽ ആരെയും അവിടെ കാണുന്നില്ല. മാത്രമല്ല ഒരു ബോഡിയും ആ റൂമിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇതേസമയം തന്നെ വേറൊരു പട്ടാളക്കാരനാണെങ്കിൽ മറ്റൊരു റൂമിൽ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഒരുത്തം വന്നിട്ട് ആ പട്ടാളക്കാരനെ അറ്റാക്ക് ചെയ്യുന്നത്. അതോടുകൂടെ അവന്റെ ഗണ്ണ് ഫയറായി. ഈ വെടിശബ്ദം ബാക്കിയെല്ലാവരും കേൾക്കുന്നുണ്ട്. അവരങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ആ പട്ടാളക്കാരൻ അവിടെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. അവന് വെടിയേറ്റിട്ടുണ്ട്. മാത്രമല്ല അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കും തട്ടിയെടുത്തിട്ട് അവൻ അറ്റാക്ക് ചെയ്തവൻ ആ ജനലിൽ നിന്ന് താഴേക്ക് ചാടി. എന്നിട്ട് വേഗം അവിടുന്ന് ഓടുകയാണ്. ഇത് കണ്ടതും പട്ടാളക്കാരെല്ലാം അവന് നേരെ ഇങ്ങനെ തുരുതുര വെടിവെക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ വേഗം തന്നെ അവർ ആ വെടിയേറ്റ പട്ടാളക്കാരനെ അവരുടെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റി. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അവർ അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്.
ഈ സമയം അവൻ പറയുന്നത്, ഞാൻ ആ റൂമിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ എന്റെ മുമ്പിലേക്ക് ചാടി വീണത്. അവൻ എവിടെ നിന്നാണ് വന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. മാത്രമല്ല അവൻ എന്റെ മുന്നിലേക്ക് വന്ന ഉടനെ എന്തോ ഒരു ലൈറ്റ് എന്റെ മുഖത്തേക്ക് അടിച്ചു. അതോടുകൂടെ എനിക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല. ഈ സമയം അവൻ എന്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിയെടുത്തിട്ട് എനിക്ക് നേരെ ഷൂട്ട് ചെയ്തു. ഈ ഒരു കാര്യമാണ് അവനിപ്പോൾ എല്ലാവരുടെ അടുത്തും പറയുന്നത്. അങ്ങനെ അവനോട് കാര്യം സംസാരിച്ചതിന് ശേഷം മേജർ ഇപ്പോൾ വേഗം കേണലിനെ വിളിച്ചു. എന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ കേണലിന്റെ അടുത്ത് പറയാണ്. അതായത് ഞങ്ങളിപ്പം കീറോവിലാണുള്ളത്, ക്വാറന്റൈൻ സോണിൽ. ഇവിടെ ഒരൊറ്റ സർവൈവേഴ്സ് ഇല്ല. മാത്രമല്ല ഇവിടെ പരിശോധിക്കുന്നതിനിടയിൽ ഏതോ ഒരുത്തൻ ഞങ്ങൾ അറ്റാക്ക് ചെയ്തു. പക്ഷെ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അവനെ ഞങ്ങൾക്ക് പിടിക്കാനും പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് മേജർ പറയുന്നത്. അങ്ങനെ ഈ സംഭവങ്ങൾക്ക് ശേഷം ഒരു മാസം കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. ഒരു മാസമായി ഈ ലോകത്തിനോടുള്ള നമ്മുടെ കണക്ഷൻ മൊത്തം കട്ടായിട്ട്. ഇപ്പൊ റഷ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10 കോടി സിറ്റിസൺസിനെ കാണാതായിട്ടുണ്ട്. ആ കാര്യം കൺഫേം ചെയ്തു. ഇപ്പൊ അതോറിറ്റീസ് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആരും പാനിക് ആവാതെ കാമായിട്ടിരിക്കണം എന്നാണ്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ചില ആൾക്കാർ പ്രാർത്ഥനയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 10,000 ആൾക്കാരുണ്ട് അതിൽ. അവരെല്ലാവരും വിശ്വസിക്കുന്നത് ലോകാവസാനമായി എന്നാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ന്യൂസിൽ പറയുന്നത്. ഇതേസമയം തന്നെ ഒലേഗ് ആണെങ്കിൽ അവന്റെ വീട്ടിലിരിക്കുകയാണ്. ഇവന് അച്ഛനും അമ്മയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അച്ഛൻ ഇപ്പൊ മിസ്സിംഗ് ആണ്. അമ്മ അവിടെ തന്നെയുണ്ട്. ഈ സമയം അവന് മിലിറ്ററിയിൽ നിന്നും പേപ്പർ വന്നു തിരിച്ച് അവരുടെ ബേസിലേക്ക് ചെല്ലാൻ. ഇപ്പൊ അവനെ സംബന്ധിച്ച് അവന്റെ അമ്മ അവിടെ ഒറ്റയ്ക്കാണ്. മാത്രമല്ല അമ്മയ്ക്ക് അൾഷിമേഴ്സും ആണ്. പക്ഷെ മിലിറ്ററിയിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. പോവാതെ മറ്റൊരു മാർഗ്ഗം അവനില്ല. അതുകൊണ്ട് തന്നെ അമ്മയെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഒലേഗ് ഇപ്പം സിറ്റിയിലൂടെ നടക്കാൻ തുടങ്ങി. ഈ സമയം കുറച്ച് പട്ടാളക്കാർ ഒരു പയ്യനെ അതിൽ ഓടിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യൻ അവിടെ ചുമരിലായിട്ട് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് അവൻ ചെയ്ത തെറ്റ്. നമ്മളെല്ലാവരും ഓൾറെഡി മരിച്ചു എന്നാണ് ആ പയ്യൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി കാണിക്കുന്നത് കിറോവിലെ മിലിറ്ററി ഔട്ട് പോസ്റ്റ് 8 ആണ്. ഈ മിലിറ്ററി ബേസ് ആണ് ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. ഇപ്പൊ ലീവിന് പോയ പട്ടാളക്കാരൊക്കെ അങ്ങോട്ട് തിരിച്ചെത്തി. ഇപ്പൊ എല്ലാവരും അവരുടെ റൂമിലിരിക്കുമ്പോഴാണ് മേജറും കേണലും കൂടെ അങ്ങോട്ട് വരുന്നത്. ഇവരുടെ കേണൽ ഒരു ലേഡിയാണ്, മെറീന എന്നാണ് അവളുടെ പേര്. അവളിപ്പം എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ധാരണ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുവേണ്ടി അവൾ അവിടെ ഒരു സ്ക്രീനൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ സ്ക്രീനിലായിട്ട് ഈ ചുവന്ന സർക്കിൾ കണ്ടില്ലേ? ഇതിന് ചുറ്റുമുള്ള എല്ലാ ഏരിയയും ബ്ലാക്ക് ഔട്ട് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സർക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സർക്കിളിനകത്ത് മാത്രമാണ് പഴയതുപോലെ ലൈഫ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക ഭാഗത്തിനെ സർക്കിൾ ഓഫ് ലൈഫ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സർക്കിളിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റഷ്യയിലെ കുറച്ച് ഭാഗങ്ങളുണ്ട്, പിന്നെ ഫിൻലാൻഡിന്റെ ഭൂരിഭാഗം ഭാഗവും, പിന്നെ എസ്തോണിയ, ലാറ്റ്വിയ, ബെലാറസ്, പിന്നെ ഉക്രൈൻ. ഞങ്ങൾ നമ്മുടെ മിലിറ്ററിയിലെ ഒരു ടീമിനെ ഈ ക്വാറന്റൈൻ സോണിന്റെ ഉൾഭാഗത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം റിപ്പോർട്ട് ചെയ്തത് ഒരു സർവൈവേഴ്സ് പോലും അവിടെ ഇല്ലാന്നാണ്. മാത്രമല്ല തിരിച്ചറിയാൻ പറ്റാത്ത ആരൊക്കെയോ അവരവിടെ കണ്ടിട്ടുമുണ്ട്. പിന്നെ അവിടെ നിന്നും കുറച്ച് ശരീരങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവരെ പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അവരെല്ലാവരും മരിച്ചിരിക്കുന്നത് പോയിസണിങ് കാരണമാണ്. അതായത് മനുഷ്യ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു പോയിസണിങ്. ഇനി നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാറന്റൈൻ സോണിലേക്ക് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡാറ്റയൊക്കെ കളക്ട് ചെയ്യണം. അത് കിട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ സയന്റിസ്റ്റുകൾക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാർ ഈ ക്വാറന്റൈൻ സോണിന്റെ ഉള്ളിലേക്ക് പോകണം. നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ റിസോഴ്സസ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ സ്ഥലമെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കണം. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു 5 ടീമിനെ ഞങ്ങൾ ക്വാറന്റൈൻ സോണിന്റെ ഉൾഭാഗത്തേക്ക് അയച്ചു. പക്ഷെ അവരാരും തന്നെ തിരിച്ചു വന്നിട്ടില്ല. മാത്രമല്ല ഈ സംഭവം തുടങ്ങിയ ആദ്യത്തെ ദിവസം നമ്മൾ 70ഓളം ടാങ്കുകൾ ഈ കൈറോ ഏരിയയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ടായി. പിന്നെ നമ്മുടെ ഈ ഔട്ട് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്വാറന്റൈൻ സോണിന്റെ അറ്റത്താണ്. ഇവിടെ നിന്ന് അയച്ച ആൾക്കാരൊക്കെ തിരിച്ചു വന്നു. കാരണം അവരാരും തന്നെ ക്വാറന്റൈൻ സോണിന്റെ ഉൾഭാഗത്തേക്ക് പോയിട്ടില്ല. ക്വാറന്റൈൻ സോണിന്റെ കൂടുതൽ ഉൾഭാഗത്തേക്ക് പോയവരാണ് ഇതുവരെ തിരിച്ചു വരാത്തത്. അതിന്റെ ഒരു കാരണം കൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെറീൻ ഇപ്പൊ എല്ലാവരുടെ അടുത്തും പറയുന്നത്. അങ്ങനെ സമയം രാത്രി. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ മറ്റൊരു ഹീറോ. ഇവന്റെ പേര് യൂറി എന്നാണ്. അവനും ഒലേഗും കൂടെ ഇപ്പൊ സിഗരറ്റും വലിച്ചിട്ട് ആ ഔട്ട് പോസ്റ്റിന്റെ വെളിയിൽ നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ കൂടെയാണ്. അവർ രണ്ടുപേരും കൂടെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവരുടെ മിലിറ്ററി ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. അത് ഒലേഗിന്റെ ആ ഗേൾ ഫ്രണ്ട് ആയ അലീനയായിരുന്നു. ഇപ്പോഴാണ് ഇവള് മിലിറ്ററിയിലെ ഡോക്ടറാണ് എന്ന കാര്യം ഒലേഗിന് മനസ്സിലായത്. ആ കാര്യം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരിപ്പോൾ അവളെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ അലാറം അടിക്കുന്നത്. അതിനെ തുടർന്ന് എല്ലാ പട്ടാളക്കാരും അലേർട്ടായി. ഈ ഒരു സീനാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ അവരുടെ തോക്കും പിടിച്ചിട്ട് ആ കാട്ടിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് അവിടെ നിങ്ങോട്ട് വരുന്നത് നോക്കിക്കൊണ്ട്. എന്നാൽ അവർ തീരെ പ്രതീക്ഷിക്കാത്ത സാധനമാണ് കാട്ടിൽ നിന്ന് അവരുടെ അടുത്തേക്ക് വന്നത്. 100 കണക്കിന് ഭീമൻ കരടികൾ. അവറ്റകളെല്ലാം വളരെ വേഗത്തിൽ അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഓടി വരികയാണ്. അത് കണ്ടതും മിലിറ്ററിക്കാർ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കുറെ കരടികളെ അവരപ്പം തന്നെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എന്നാൽ കുറെ എണ്ണം ആ ഔട്ട് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒലേഗ് ഇപ്പൊ കണ്ണു തുറക്കുമ്പോൾ അവന്റെ മുകളിലായിട്ട് ഒരു കരടി കിടക്കുന്നുണ്ട്. അത് ചത്തിരിക്കുകയാണ്. മാത്രമല്ല ഒലേഗിന്റെ കാലിൽ നല്ല പരിക്കും പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവർ ആ കരടിയെ അവിടുന്ന് പൊക്കി മാറ്റിയിട്ട് ഒലേഗിനെ അവിടുന്ന് എഴുന്നേപ്പിച്ചു. എന്നിട്ട് അവനൊരു സ്ട്രെച്ചറിൽ കടത്തിയിട്ട് ബേസിന്റെ അകത്തേക്ക് കൊണ്ടുപോവാണ്. ഈ സമയം അവിടുത്തെ മതിലിന്റെ അപ്പുറത്തായിട്ട് 100 കണക്കിന് കരടികൾ ഇങ്ങനെ ചത്ത് കിടക്കുന്ന കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഒലേഗ് ഇപ്പം അവിടുത്തെ ഒരു ബെഡിൽ കിടക്കുകയാണ്. ഈ സമയം അലീന അങ്ങോട്ട് വന്നിട്ട് അവന്റെ കാലിന് പറ്റിയ പ്രശ്നങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവന്റെ എല്ലിന് ചെറിയൊരു പൊട്ടലുണ്ട്. എന്നാൽ അത്ര വലിയ പ്രശ്നമുള്ളതല്ല. ഇനിയിപ്പോൾ ഒലേഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവളിപ്പോൾ അവന്റെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവന് നല്ലൊരു ആശ്വാസമുണ്ട്.
ഈ സമയം തന്നെ മേജറും കേഡലും കൂടെ എന്തുകൊണ്ടാണ് ആ കരടികൾ അറ്റാക്ക് ചെയ്യാൻ വന്നത് എന്നതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അവറ്റകൾ അറ്റാക്ക് ചെയ്യാൻ വന്നത് എന്നാണ് മേജറിന്റെ ചോദ്യം. അതേക്കുന്ന മറീന പറഞ്ഞത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അത് അറിയത്തില്ല, പക്ഷെ അതിന്റെ കാരണം കണ്ടുപിടിക്കാനുള്ള ഒരാളെ എനിക്കറിയാം. നിങ്ങൾ ഈ സെൻസേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ച സമയത്ത് കുറച്ച് ആൾക്കാർക്ക് നേരെ ഒരു പ്രത്യേക ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം ആ ആൾക്കാർക്ക് ചില സൂപ്പർ പവേഴ്സ് ഒക്കെ കിട്ടി. ഞങ്ങൾ അവരെ കുറിച്ച് ശരിക്കും പഠിച്ചു. പക്ഷെ നമ്മൾ കരുതുന്ന പോലത്തെ ഒരു സൂപ്പർ ഹീറോസ് അല്ല അവർക്ക് പവർ കിട്ടിയിരിക്കുന്നത് അവരുടെ മനസ്സിനാണ്. നമുക്കറിയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ അവർക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് അവർ സെൻസേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് അവരുടെ മനസ്സിന് ചില ഡാറ്റ റിസീവ് ചെയ്യാൻ പറ്റും, ഈ റേഡിയോ സിഗ്നൽസ് പോലത്തെ. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു പവർ കിട്ടിയത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഈ കഴിവുകൾ കിട്ടിയാൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തനെ ഞാൻ സെലക്ട് ചെയ്തു. അവന്റെ പേര് സാഷ എന്നാണ്. ഇപ്പൊ അവനുള്ളത് നമ്മുടെ മിലിറ്ററി ഹോസ്പിറ്റലാണ്. അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നടന്ന പ്രശ്നങ്ങളിൽ അവന് നമ്മളെ സഹായിക്കാൻ പറ്റിയേക്കും എന്നാണ് മെറീനോ പറയുന്നത്. ഇനി കാണിക്കുന്നത് മോസ്കോയിലെ സെൻട്രൽ മിലിറ്ററി ഹോസ്പിറ്റലാണ്. അവിടെയാണ് ഈ സാഷ ഉള്ളത്. അവനിപ്പോ അവന്റെ മനസ്സിൽ എന്തൊക്കെയോ സിഗ്നൽ റിസീവ് ചെയ്യാൻ തുടങ്ങി. ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ റോഡിലൂടെ നടക്കുന്നതാണ് അവൻ കാണുന്നത്. ഈ സമയം ആ കൂട്ടത്തിൽ ഒരു മൊട്ടത്തലയൻ നൈസായിട്ട് സൈഡിലേക്ക് തിരിഞ്ഞു. എന്നാൽ അയാളുടെ ഫേസ് ഇപ്പൊ കാണിക്കുന്നില്ല. അയാളെ കണ്ടതും അവൻ ഞെട്ടി എഴുന്നേറ്റു. അവൻ വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവന്റെ അടുത്തായിട്ട് മറ്റൊരുത്തൻ ഇരിക്കുന്നുണ്ട്. ഇവന്റെ പേര് സെന്യ എന്നാണ്. ഇവനും ഈ സാഷയെ പോലെ ഇതുപോലത്തെ എബിലിറ്റീസ് ഉള്ള ആളാണ്. പക്ഷെ ആദ്യമായിട്ടാണ് അവൻ ഈ സെന്യയെ കാണുന്നത്. അങ്ങനെ സെന്യ ഇപ്പം അവനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എന്നോട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. അതിനുള്ള ഉത്തരവൊന്നും പറയാൻ ഇപ്പൊ സമയമില്ല. എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഇതാണ്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ. ആദ്യത്തെ അറ്റാക്ക് ഉണ്ടായപ്പോൾ അത് ഈ ഭൂമിയിലെ ഇലക്ട്രോണിക്സ് മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. രണ്ടാമത്തെ അറ്റാക്ക് ഈ ഭൂമിയിലെ 3/4 ഭാഗം ജീവനെയും നശിപ്പിച്ചു കളഞ്ഞു. ഇനി നടക്കാൻ പോകുന്നത് 3ാമത്തെ അറ്റാക്കാണ്. ആ അറ്റാക്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ ക്വാറന്റൈൻ സോണിൽ ജീവനോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് ആരൊക്കെയാണ് എന്ന കാര്യം സർക്കിൾ ഓഫ് ലൈഫിലുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. 3ാമത്തെ അറ്റാക്കിൽ അവരായിരിക്കും നമ്മളെ ആക്രമിക്കാൻ വരുന്നത്. പക്ഷെ അത് ഇതുവരെയായിട്ട് ആരംഭിച്ചിട്ടില്ല. എന്നാൽ ഉടനെ തന്നെ നടക്കും. പക്ഷെ അത് തടയാൻ നമുക്ക് ആവശ്യത്തിനുള്ള സമയമുണ്ട്. സെന്യ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാഷ ചോദിക്കുന്നത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരൊക്കെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് എന്നാണ് അവന്റെ ചോദ്യം. അതിന് സെന്യ മറുപടി പറയുന്നത് 160 മില്യൺ ആൾക്കാരുണ്ടെന്നാണ്. അതേക്കുന്ന സാഷയ്ക്കൊരു ഞെട്ടലായിരുന്നു. അവരെല്ലാവരും മനുഷ്യർ തന്നെയാണോ എന്നാണ് അവന്റെ അടുത്ത ചോദ്യം. ഈ സമയം സെന്യ പറയുന്നത് മനുഷ്യരാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യർ തന്നെയാണ്. പക്ഷെ അവരുടെ പെരുമാറ്റം മനുഷ്യരെ പോലെയല്ല. അവർക്ക് ഈ ജീവിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഇനി അവർക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ വളരെ ഡേഞ്ചറസും ആണ്. കയ്യിൽ കിട്ടുന്നതിനൊക്കെ അവർ കൊന്നുകളയും, സോംബികളെ പോലെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങനെ അവരെ സ്റ്റോപ്പ് ചെയ്യണം എന്ന കാര്യം എനിക്കറിയാം. പക്ഷെ അതിന് നിന്റെ സഹായം എനിക്ക് വേണം. ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഇതാണ്. അവനെയാണ് നീ സഹായിക്കേണ്ടത്. ഞാനിപ്പോ പറഞ്ഞ 160 മില്യൺ ആൾക്കാരുണ്ടല്ലോ, അവരെ ഒരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അയാൾ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അത് നിനക്കേ പറ്റൂ. അതിനാണ് നീ ഇതിനെ സഹായിക്കേണ്ടത് എന്നാണ് സെന്യ പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ സെന്യ പറഞ്ഞു കഴിയുമ്പോൾ സാഷിയുടെ പേടി ഇങ്ങനെ കൂടി വരികയാണ്. അവനിപ്പോൾ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നാണ് സാഷി ഇപ്പൊ സെന്യയുടെ അടുത്ത് പറയുന്നത്. ഈ സമയം അവനവിടെ കിടന്ന് ബഹളം വെക്കുന്ന കേൾക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന 2 പട്ടാളക്കാർ അകത്തേക്ക് വന്നു. അത് കാണുന്ന സാഷ അവരോട് പറയുന്നത് സെന്യനെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാനാണ്. എന്നാൽ അവനത് പറയുന്ന കേൾക്കുമ്പോൾ അവർക്ക് അത്ഭുതമായിരുന്നു. കാരണം അവർക്ക് വേറെ ആരെയും അവിടെ കാണാൻ പറ്റുന്നില്ല. അവരിങ്ങനെ മടിച്ചു നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കെന്താ അവനെ കാണാൻ പറ്റുന്നില്ലേ എന്നാണ് സാഷ ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് സെന്യയാണ്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാൻ ഇവിടം വരെ വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ സാഷയുടെ നെറ്റിയിലൊന്നോടാണ്. അതോടുകൂടെ ഈ സാഷയ്ക്ക് സെന്യനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും അത്ഭുതമായി. ഈ സമയമാകുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ ചെന്നിട്ട് ഡോക്ടറെ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. ആ പട്ടാളക്കാരൻ ഇപ്പോൾ ഡോക്ടറോട് പറയുന്നത് ഇവനെന്തോ ഹാലൂസിനേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ റൂമിൽ മറ്റാരും ഉണ്ടായിരുന്നു എന്നാണ് ഇവൻ പറയുന്നത്. പട്ടാളക്കാരൻ അത് പറയുന്നത് കേൾക്കുമ്പോൾ ഡോക്ടർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ സമയം രാത്രി 2 ടീം ഇപ്പം ആ ക്വാറന്റൈൻ സോണിലേക്ക് പുറപ്പെടുകയാണ്. ഒരു ടീം അവരുടെ വണ്ടികളിലും മറ്റേ ടീം ഹെലികോപ്റ്ററിലാണ് പോകുന്നത്. ഈ യൂറി പോകുന്നത് അവരുടെ വണ്ടിയിലാണ്, ഒലേഗാണെങ്കിൽ അവരുടെ ഹെലികോപ്റ്ററിലും. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരുടെ യാത്ര പുറപ്പെട്ടു. ഈ യൂറിയുടെ ടീമിന്റെ കൂടെ റിപ്പോർട്ടറായ ഒല്ലിയുണ്ട്. അങ്ങനെ നേരം വെളുത്തപ്പം അവരൊരു പാലത്തിന് മുകളിലെത്തി. അതിലൂടെയാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. കുറെ കഴിഞ്ഞ് അവരൊരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ അവരവിടേക്ക് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവർ നേരത്തെ പറഞ്ഞ ടാങ്കുകളുണ്ടല്ലോ, അതെല്ലാം അവിടെ താർന്നു നടക്കുകയാണ്. മാത്രമല്ല ആ ഏരിയയിൽ ബിൽഡിങ്ങുകളും മൊത്തത്തിൽ താർന്നിട്ടുണ്ട്. ഇനി കാണിക്കുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽസ് അല്ലേ? ക്വാറന്റൈൻ സോൺ പരിശോധിക്കാൻ പോയ മുഴുവൻ ടാങ്കുകളും ആരൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. 70ഓളം ടാങ്കുകൾ ഉണ്ടായിരുന്നത്. ഈ ഒരു ഒറ്റ സംഭവം കാരണം പബ്ലിക് ഇപ്പോൾ വല്ലാതെ പാനിക് ആയിട്ടുണ്ട്. അവരിപ്പോൾ സിറ്റി മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ നേരിടാൻ വേണ്ടി പട്ടാളക്കാർ നിരന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ടാങ്കുകൾ നശിപ്പിച്ചത് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു ശത്രുവിന്റെ പ്രസൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മുടെ എക്സ്പേർട്ടുകൾ വിശ്വസിക്കുന്നത് നമ്മളൊരു യുദ്ധത്തിന്റെ നടുവിലാണെന്നാണ്. ആരാണോ ആ ടാങ്കുകൾ നശിപ്പിച്ചത് അവർ ഉപയോഗിച്ചിരിക്കുന്നത് മിലിറ്ററി വെപ്പൺസ് ആണ്. ആ കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ശത്രുക്കളുണ്ട് എന്ന കാര്യം തീർച്ചയാക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുതിയൊരു തരത്തിലുള്ള യുദ്ധമാണ്. ആരും ഇതിനു മുമ്പ് ട്രൈ ചെയ്യാത്ത പോലത്തെ. ഈ ഒരു യുദ്ധമുറയെ പേടിച്ചേ പറ്റൂ. ഇപ്പൊ സിറ്റിയിലെ പട്ടാളക്കാരും ആ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആൾക്കാരും തമ്മിൽ വലിയൊരു സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ അതിൽ സർവൈവ് ചെയ്യും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല.
ഒരുപാട് ആൾക്കാർ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ ന്യൂസിൽ കാണിക്കുന്നത്. ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് മിലിറ്ററിക്കാരുടെ ഒരു പ്രസ് മീറ്റാണ്. അതിലയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് പോലും അറിയാത്ത ആൾക്കാരുമായിട്ടാണ്. ഈ ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്നത് മിലിറ്ററി വെപ്പൺസ് ആണ്. അത് അവർക്ക് കിട്ടിയിരിക്കുന്നത് ക്വാറന്റൈൻ സോണിൽ നിന്നും. ഈ ക്വാറന്റൈൻ സോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഇഷ്ടം പോലെ മിലിറ്ററി ബേസ് ഉണ്ട്. അവിടെ നിന്നുള്ള ആയുധങ്ങളാണ് അവരെടുത്തിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ വളരെ കുറവാണ്. കാരണം ലൈഫ് ഓഫ് സർക്കിളിൽ വളരെ കുറച്ച് മിലിറ്ററി ബേസേ ഉള്ളൂ. പക്ഷെ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ പ്രിപ്പയർ ചെയ്യാണ്. അതായത് ക്വാറന്റൈൻ സോണിന്റെ ഉള്ളിലേക്ക് പോവാം. നമുക്ക് കണ്ടെത്തേണ്ടത് നമ്മുടെ ശത്രുക്കളായിട്ട് എത്ര ആൾക്കാരുണ്ടെന്നാണ്, അവരുടെ എണ്ണം. അതാണ് നമുക്ക് അറിയേണ്ടത്. അത് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്കൊരു യുദ്ധത്തിനുള്ള പ്രിപ്പറേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ആ പ്രസ് മീറ്റിൽ പറയുന്നത്. അങ്ങനെ ആ പ്രസ് മീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സ്പെഷ്യൽ ഓപ്പറേഷനുമായിട്ട് ഇപ്പൊ ബാക്കിയുള്ള മുഴുവൻ പട്ടാളക്കാരും ഇറങ്ങി. അവരിപ്പോൾ ഓരോരോ ടീമായിട്ട് പിരിഞ്ഞിട്ട് പല ഭാഗങ്ങളിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഒലേഗും ടീമും ഇപ്പൊ ഒരു വില്ലേജിലേക്ക് എത്തി. നിറയെ വീടുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അവർ പോകുന്നത്. ഇവരുടെ ഈ ടീമിന്റെ പേര് ട്രാവൽ ഗ്രൂപ്പ് 4 എന്നാണ്. അങ്ങനെ അവരവിടേക്ക് ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു പട്ടാളക്കാരൻ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കണ്ടെയ്നർ കാണുന്നത്. അതിന്റെ വാതില് ചെറുതായിട്ട് തുറന്നു നടക്കുന്നുണ്ട്. അതിൽ ആരോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ ചെന്നിട്ട് ആ വാതിൽ തുറന്നു. എന്നാൽ ഈ സമയം അതിനകത്തു നിന്നും കുറെ കമ്പികൾ താഴേക്ക് വീഴാണ്. അതിൽ ഒരെണ്ണം അവന്റെ കാലിലേക്ക് തുളച്ചു കയറുകയും ചെയ്തു. അങ്ങനെ അവന്റെ നിലവിളി ശബ്ദം കേട്ട് ബാക്കി എല്ലാവരും അങ്ങോട്ട് എത്തി. ആ പട്ടാളക്കാരന്റെ അവസ്ഥ കാണുമ്പോൾ ഒലേഗ അവന്റെ കാലിൽ നിന്നും ആ കമ്പി എടുത്തങ്ങ് മാറ്റി. ഈ സമയം യൂറയും കൂട്ടരും വേറൊരു ഭാഗത്താണ്. ഇവരുടെ ഈ ടീമിന്റെ പേര് ട്രാവൽ ഗ്രൂപ്പ് 7 എന്നാണ്. ഇപ്പൊ നേരെ ഇരുട്ടാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അതിൽ കറങ്ങി നടക്കുന്ന അപകടമാണ് എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ അവർ തീരുമാനിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോവാം. എന്നിട്ട് അവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാം. അതിനുവേണ്ടി അവരിപ്പോ ഒരു ബിൽഡിംഗും തെരഞ്ഞെടുത്തു. എന്നിട്ട് വേഗം തന്നെ അവർ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറാണ്. അങ്ങനെ അകത്തേക്ക് കയറിയതിനു ശേഷം അവരൊരു ഡിവൈസ് വെച്ച് ആ ബിൽഡിംഗ് മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ആരും തന്നെ ആ ബിൽഡിങ്ങിനകത്ത് താമസക്കാരായിട്ടില്ല. ഈ സമയം തന്നെ മേജറായ ഡോൾമയും കേണലായ മെറീനയും അവരുടെ മിലിറ്ററി ബേസിലാണ്. അവരവിടെ നിന്നുകൊണ്ട് അവരുടെ ടീമിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഇപ്പൊ 2 വണ്ടികൾ കൂടെ ഒലേഗും ടീമും നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവർ ഡോക്ടറായ അലീനെ അങ്ങോട്ട് കൊണ്ടുവന്നാണ്. അവരുടെ കൂട്ടത്തിൽ ഒരുത്തന്റെ കാലിലേക്കാണല്ലോ ആ കമ്പി തുളച്ചു കയറിയത്. അയാളെ നോക്കാനാണ് അലീനെ ഇപ്പൊ അങ്ങോട്ട് വരുത്തിയിരിക്കുന്നത്. അങ്ങനെ അവൾ ഉടനെ തന്നെ അകത്തേക്ക് ചെന്നിട്ട് അയാളുടെ കാലൊക്കെ പരിശോധിക്കുകയാണ്. അവളത് ചെക്ക് ചെയ്തതിന് ശേഷം പറയുന്നത്, ഇനി നിങ്ങൾക്ക് ഈ മിഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇതെങ്ങാനും ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിന്റെ കാല് മുറിച്ചു മാറ്റേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നാൽ മതി എന്നാണ് അവൾ പറയുന്നത്. ഈ സമയം തന്നെ യൂറിയും കൂട്ടരും ആ ബിൽഡിംഗിൽ ഒരു റൂമിന്റെ അകത്തിരിക്കുകയാണ്. അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂറി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. കുറച്ചു മുമ്പേ ആ സൂപ്പർ മാർക്കറ്റ് അടഞ്ഞു കിടക്കായിരുന്നു. അതിൽ ഇപ്പൊ അതിന്റെ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ നിന്നും ആരോ അതിനകത്തേക്ക് കയറിയിട്ടുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് വേഗം തന്നെ അതിനകത്തേക്ക് പോയി ചെക്ക് ചെയ്യാം എന്നാണ് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മൾ നേരത്തെ കണ്ട സാഷ ഉണ്ടല്ലോ, ആ സൂപ്പർ പവർ കിട്ടിയാണ്. അവന് ഹോസ്പിറ്റലിന്റെ വെളിയിൽ ഒരു ബെഞ്ചിലായിട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു മൊട്ടത്തലൻ അവരുടെ അടുത്തേക്ക് വരുന്നത്. അയാൾ ഒരു പ്രത്യേക രീതിയിൽ അയാളുടെ മുഖം മറിച്ചിട്ടുണ്ട്. ഇയാളാണ് നേരത്തെ സെന്യ പറഞ്ഞ ആ ഈദ്. അയാളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മനസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ആദ്യത്തെ അറ്റാക്ക് നടക്കുന്ന സമയത്ത് നീ ആ ബോർഡറിലായിരുന്നു. അതുകൊണ്ടാണ് നീ ഒരു അടിമയായിട്ട് മാറാതിരുന്നത്. അതിന് പകരം നിനക്ക് ആ പവർ കിട്ടി. ഇപ്പൊ നീ സാധാരണ ഒരു മനുഷ്യനല്ല, നീ വ്യത്യസ്തനാണ്. അവരെ കൺട്രോൾ ചെയ്യുന്ന ആളെ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നീ ഓൾറെഡി അയാളെ കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് അത് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്, പക്ഷെ അയാളുടെ മുഖം ഞാൻ കണ്ടില്ല. അവൻ അത് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവനിപ്പോൾ എവിടെയാണുള്ളത് എന്നാണ് ഇത് ചോദിക്കുന്നത്. അതെനിക്കറിയത്തില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് സഹായിക്കാനും പറ്റത്തില്ല എന്നാണ് സാഷ പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ ഇത് അയാളുടെ മാസ്ക് മാറ്റി. ആ കാഴ്ച അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അയാൾ വല്ലാത്തൊരു രൂപത്തിലാണ് ഇരിക്കുന്നത്. അയാളുടെ മൂക്കും വായൊക്കെ ഒന്നാണ്. അതിൽ നിന്നും ഇയാൾ ഒരു ഏലിയൻ ആണ് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ മുഖം റിവീൽ ചെയ്തതിനു ശേഷം അയാൾ പറയുന്നത്, നീ എന്റെ കൂടെ വന്നേ പറ്റൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ അവശേഷിക്കുന്ന ബാക്കി എല്ലാവരും മരിച്ചു പോകും എന്നാണ് ഇത് പറയുന്നത്. അങ്ങനെ അവരാ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേണലായ മെറീൻ അങ്ങോട്ട് വരുന്നത്. ഈദിനെ കണ്ടതും അവൾ തോക്കെടുത്തു. ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ള പട്ടാളക്കാരും അങ്ങോട്ടെത്തി. അവരെല്ലാവരും ഇപ്പൊ ഈദിന് ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. എന്നാൽ അയാളാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതാണ് അവിടെ നിൽക്കുന്നത്. അയാൾ മനുഷ്യരെ പേടിക്കുന്നില്ല. ഇതേ സമയം തന്നെ യൂറിയും മറ്റൊരു പട്ടാളക്കാരനും കൂടെ ആ സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് ചെന്നു. എന്നാൽ അവിടെ ആരും കാണുന്നില്ല. കുറച്ച് ഫുഡ് അവിടെ വീണ് കിടക്കുന്നുണ്ട്. അതിൽ നിന്നും ഫുഡ് എടുക്കാനാണ് ആരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയം മറ്റേ പട്ടാളക്കാരൻ പറയുന്നത്, അവൻ എന്തായാലും ഫുഡിന് വേണ്ടി ഇനിയും വരും, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാം എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയം മെറീനയും കൂട്ടരും ഈദിന് മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ മെറീന ഇതിനോട് പറയുന്നത് മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ ഈദ് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചു. അതിനെ തുടർന്ന് അവിടുത്തെ പട്ടാളക്കാരൊക്കെ ഇപ്പൊ മെറീനയ്ക്ക് നേരെ തോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈദ് ഇപ്പൊ ഈ പട്ടാളക്കാരുടെ മൈൻഡും കൺട്രോൾ ചെയ്തു. മാത്രമല്ല ഈ സമയത്താണ് മറ്റൊരു അത്ഭുതം നടക്കുന്നത്. മെറീന നോക്കുമ്പോൾ അവളിപ്പോ തോക്കിക്കൊണ്ടിരിക്കുന്നത് അവളെ തന്നെയാണ്. അതായത് ഈദിപ്പോ നിൽക്കുന്നത് അവളുടെ രൂപത്തിലാണ്. മാത്രമല്ല ഒരു സെക്കൻഡ് നേരത്തേക്ക് അവളിപ്പോ ഈദിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ മെറീനയാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ ഈദിപ്പോ മെറീനയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ചില കാര്യങ്ങൾ അയാൾ അവളുടെ അടുത്ത് പറയാണ്. എന്നെ കീഴടക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. ഞാനൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ആൾക്കാർ തന്നെ നിന്നെ കൊല്ലും. പക്ഷെ അത് ചെയ്യാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്.
നീ വിചാരിക്കുന്ന ഒരാളുമല്ല ഞാൻ. എന്നെ പോലെ മില്യൺ ആൾക്കാർ ഉടനെ തന്നെ ഈ ഭൂമിയിലേക്ക് വരും. എന്നാൽ ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല അവർ ചിന്തിക്കുന്നത്. അവരിവിടെ കീഴടക്കാൻ വേണ്ടി വരുന്നതാണ്. അവരിങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ആദ്യം അവർ നിങ്ങൾ മനുഷ്യരെ നശിപ്പിക്കും, എന്നിട്ട് നിങ്ങളുടെ ഭൂമി കൈയടക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അവരുടെ സൈഡല്ല, ഞാൻ നിങ്ങളുടെ സൈഡാണ്. അതേക്കുമ്പോൾ അപ്പൊ നിങ്ങളൊരു മനുഷ്യനല്ലെങ്കിൽ പിന്നെ ആരാണ് നിങ്ങൾ എന്നാണ് മെറീനയുടെ ചോദ്യം. അതേക്ക് നീ ഇത് പറയുന്നത് ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനൊരു ദൈവമാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷെ അധികം സമയം എടുക്കരുത്, നമുക്ക് തീരെ സമയമില്ലാത്തതാണ് എന്നാണ് ഇത് പറയുന്നത്. മെറീനയാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. യൂറിയും കൂട്ടരും ഇപ്പൊ ആ റൂമിനകത്തു നിന്നും ആരെങ്കിലും ആ സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആരും അങ്ങോട്ട് വരുന്നതായിട്ട് അവർ കാണുകയും ചെയ്തു. അതിന് തുടർന്ന് എല്ലാ പട്ടാളക്കാരും കൂടെ അങ്ങോട്ട് ചെന്നു. അവരവിടെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരുത്ത് വീണ് നടക്കുന്നുണ്ട്. അതൊരു പയ്യനാണ്. അവൻ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, പക്ഷെ മരിച്ചിട്ടില്ല. ഈ സമയം തന്നെ മെറീനയാണെങ്കിൽ ഈദിനെ ഒരു റൂമിന്റെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അയാളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇപ്പൊ അയാൾ അവളോട് പറയുന്നത് ഈ ക്വാറന്റൈൻ സോണിലുള്ള ആൾക്കാരൊക്കെ മരിച്ചല്ലോ, അത് റേഡിയേഷൻ കാരണമാണെന്നാണ്. അതായത് ഈദിന്റെ ടീം തന്നെ ഉണ്ടാക്കിയ ഒരു റേഡിയേഷൻ. ഈ ഭൂമിയിലെ ജീവനെ മുഴുവൻ ഇല്ലാതാക്കാൻ നിയോഗിച്ചത് എന്നെയാണ്. ചന്ദ്രൻ എപ്പോഴാണോ കടലിന്റെ മുകളിൽ വരുന്നത് ആ സമയത്തായിരുന്നു ആ റേഡിയേഷൻ പ്രയോഗിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ ഓർഡർ കൊടുത്തത് ചന്ദ്രൻ നിങ്ങൾ ഈ നിൽക്കുന്ന ഭാഗത്തിന് മുകളിൽ വന്ന സമയത്താണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രമൊന്നും പറ്റായിരുന്നത്. അങ്ങനെയാണ് ഈ സർക്കിൾ ഓഫ് ലൈഫ് ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ ക്വാറന്റൈൻ സോണിൽ ജീവനോടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ മനസ്സിന്റെ കൺട്രോൾ കിട്ടത്തില്ല. കാരണം ആ കൺട്രോളൊക്കെ ഇപ്പൊ വേറൊരാളുടെ കയ്യിലാണ്. അയാളുടെ ഓർഡർ അനുസരിക്കുക, അത് മാത്രമേ ഇനി അവരെ കൊണ്ട് സാധിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ആൾക്കാർ മൊത്തം നിങ്ങളുടെ ഈ സർക്കിളിന് ചുറ്റും കൂടിയിട്ട് നിങ്ങളെ അറ്റാക്ക് ചെയ്യും. മാത്രമല്ല അവർ നിങ്ങളെല്ലാവരെയും കൊന്നുകളയും ചെയ്യും. മൂന്നാമത്തെ അറ്റാക്കിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതോടുകൂടെ ഇവിടുത്തെ കോളനൈസേഷൻ ആരംഭിക്കുകയും ചെയ്യും. ഇത് അത്രയും പറഞ്ഞു കഴിയുമ്പോൾ മെറീന ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ പ്ലാനറ്റിലേക്ക് വരുന്നത്? അതേക്കുന്ന ഇത് പറയുന്നത് ഞങ്ങളുടെ ഗ്രഹത്തിന്റെ നക്ഷത്രം നശിച്ചുപോയി. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഗ്രഹത്തിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുതിയൊരു ഗ്രഹം വേണം. അതിന് നിങ്ങളുടെ ഈ ഭൂമിയാണ് ഏറ്റവും പെർഫെക്റ്റ്. കാരണം നിങ്ങളുടെ സൂര്യൻ എന്ന് പറയുന്നത് വളരെ ചെറുപ്പമാണ്. ഞങ്ങളുടെ ശരീരത്തിന് പ്രായമാവാത്തതായതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും. അയാൾ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ മനുഷ്യരെ ഇല്ലാതാക്കുക. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ 2 തവണയായിട്ട് അറ്റാക്ക് നടത്തിയതല്ലേ എന്നാണ് മെറീന ചോദിക്കുന്നത്. അതേക്കുമ്പോൾ യഥാർത്ഥത്തിൽ 2 അറ്റാക്ക് അല്ല നടത്തിയത്. ഒരു അറ്റാക്ക് 0 ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റേസിന്റെ കോളനൈസേഷൻ സിസ്റ്റം അനുസരിച്ച് ഈ അറ്റാക്ക് 0 എന്ന് പറയുന്നത് ബയോളജിക്കൽ അറ്റാക്കാണ്. അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ഞങ്ങളുടെ ഷിപ്പുകളൊക്കെ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്ലാനറ്റ് മൊത്തത്തിൽ കീഴടക്കാന്നുള്ളതാണ്. കാരണം ഞങ്ങളുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഞങ്ങളുടെ കോളനൈസേഷൻ ഷിപ്പിന് ലൈറ്റിന്റെ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല. അത് വളരെ വലുതാണ്. അതുകൊണ്ട് ആദ്യം ചെറിയ ഷിപ്പുകളെ ഇങ്ങോട്ട് അയച്ചു വിത്ത് ബയോ വെപ്പൺസ്. വളരെ പെട്ടെന്ന് തന്നെ ആ ഷിപ്പുകളൊക്കെ ഇങ്ങോട്ട് എത്തി. അതിനെ തുടർന്ന് ഞങ്ങളുടെ കോളനൈസേഷൻ ഷിപ്പ് ഇങ്ങോട്ട് പുറപ്പെട്ടു. ആ ഷിപ്പ് ഇങ്ങോട്ട് എത്താൻ 2 ലക്ഷം വർഷങ്ങളെടുക്കും. ആ സമയമാകുമ്പോഴേക്കും ഞങ്ങളുടെ കോളനൈസേഷന് വേണ്ടി ഈ പ്ലാനറ്റിന് റെഡിയാക്കണം. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അയാൾ അത് പറയുമ്പോൾ അപ്പൊ നിങ്ങളുടെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് എത്താൻ 2 ലക്ഷം വർഷങ്ങൾ എടുക്കും എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നാണ് മെറീന ചോദിക്കുന്നത്. അല്ല, അവർ നാളെ ഇങ്ങോട്ട് എത്തും എന്നാണ് ഇത് പറയുന്നത്. അയാൾ അത് പറയുമ്പോൾ മെറീനയ്ക്കൊരു ഞെട്ടലായിരുന്നു. അങ്ങനെ അവൾ അടുത്തായിട്ട് ചോദിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഈ അറ്റാക്ക് നമ്പർ 0 ഉണ്ടല്ലോ, ബയോളജിക്കൽ അറ്റാക്ക്, അതിന് നിങ്ങൾ തടഞ്ഞോ അതോ അത് പരാജയപ്പെട്ടോ? ഇല്ല, അത് വളരെ നന്നായിട്ട് തന്നെ വർക്കായി. കാരണം ഞങ്ങളുടെ വെപ്പൺസ് വളരെ പെർഫെക്റ്റ് ആണ്. അത് ഈ പ്ലാനറ്റിലേക്ക് എത്തിയപ്പോൾ തന്നെ അത് സ്പ്രെഡ് ആവാൻ തുടങ്ങി. അതിനെ തുടർന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ ലൈഫിനെയും അത് അറ്റാക്ക് ചെയ്തു. എന്തിനേറെ പറയുന്നു, അത് അതിനെ തന്നെ നശിപ്പിച്ചു. മാത്രമല്ല അടിമകളാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഭൂമിയിലെ ഡെവലപ്ഡ് ആയിട്ടുള്ള റേസിനെ ഞങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിച്ചത്. അയാൾ അത് പറയുമ്പോൾ അവൾക്ക് ഡൗട്ടായി. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ തന്നെയാണോ എന്നാണ് അവളുടെ ചോദ്യം. ഈ സമയം അയാൾ പറയുന്നത് ഈ ഭൂമിയിലുള്ള പിരമിഡ്സ് ഉണ്ടല്ലോ, അതിവിടെ ഉണ്ടാക്കിയ ആൾക്കാരാരാണ് എന്ന് നിങ്ങൾക്ക് അറിയോ? പിന്നെ വെള്ളത്തിനടിയിൽ കുറെ സിറ്റികൾ പണിതിട്ടില്ലേ, അതൊക്കെ ആരുണ്ടാക്കിയതാണെന്നാണ് നിങ്ങളുടെ വിചാരം? അയാളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ് മെറീന പറയുന്നത്. അതേ മെറീന, നിങ്ങൾ മനുഷ്യർ തന്നെയാണ് ഞങ്ങളുടെ വെപ്പൺ. ഇവിടം കീഴടക്കിയത് നിങ്ങൾ തന്നെയാണ്, ദ പെർഫെക്റ്റ് വൈറസ്. നിങ്ങൾ ഇവിടുത്തെ ഒറിജിനൽ പോപ്പുലേഷൻ ഇല്ലാതാക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഇവിടെ ഒരുക്കി തന്നു. എന്നെ കണ്ടപ്പോൾ നീ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ? എന്റെ റേസും നിങ്ങളുടെ റേസും 2 വ്യത്യസ്ത സോളാർ സിസ്റ്റത്തിലുള്ളതാണ്. എന്നിട്ട് നമ്മൾ തമ്മിലുള്ള സാമ്യം നോക്കിയേ, നമ്മൾ 2 റേസിനും ഒരേ DNA ആണ്. അതേ മെറീന, നിങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങൾ തന്നെയാണ്. ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ. പക്ഷെ ഞങ്ങളുടെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്കില്ല. അതായത് ഞങ്ങൾ നിങ്ങളെ ക്രിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂടെ കിട്ടേണ്ടിയിരുന്ന ചില എബിലിറ്റീസ് ഒക്കെ ഞങ്ങൾ എടുത്തു കളഞ്ഞു. അതിനു പകരം ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തന്നത് ഇണചേരാനുള്ള കഴിവാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇമോഷൻസും പിന്നെ മരണവും ഞങ്ങൾ നൽകി. അങ്ങനെ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടപ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ പെറ്റുവരുകാൻ തുടങ്ങി. വളരെ വേഗത്തിൽ നിങ്ങൾ സ്പ്രെഡായി, ഒരു വൈറസിന് പോലെ. അത് ഞങ്ങൾ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വേഗതയിലാണ് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കിയത്. പക്ഷെ നിങ്ങൾക്ക് ഈ ദയ, അനുകമ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നീട് കാണിച്ചത് വയലൻസ് ആണ്. ഈ പ്രപഞ്ചത്തിൽ ജീവനെ നശിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം ആരും വരത്തില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ 2 അറ്റാക്കിൽ നിങ്ങൾ അടിമകളാക്കാൻ തീരുമാനിച്ചത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആളുകളെ കൊല്ലുന്ന നിർത്തത്തില്ല. മാത്രമല്ല ബാക്കി എല്ലാതും നിങ്ങൾ നശിപ്പിച്ചു കളയും.
എന്നാൽ അയാൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ മെറീൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത് എന്നാണ് അവളുടെ ചോദ്യം. അതേക്കുമ്പോൾ നിങ്ങളിത് വിശ്വസിച്ചേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ ഈ യുദ്ധത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് എന്റെ കൂടെ മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു നിങ്ങളുടെ ഇവിടുത്തെ ഡെവലപ്മെന്റ് സൂപ്പർവൈസ് ചെയ്തിരുന്നത്. മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരിങ്ങോട്ട് വരുമ്പോൾ അവരിങ്ങോട്ട് വെൽക്കം ചെയ്യേണ്ടതും ഞങ്ങളുടെ ഡ്യൂട്ടിയായിരുന്നു. അങ്ങനെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അവന്റെ പേര് റാ എന്നാണ്. അവനാണ് ബാക്കിയുള്ളവരെല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവന്റെ കൺട്രോളിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരുപാടുണ്ട്. അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ റായെ കൊന്നുകളയണം. എങ്കിൽ മാത്രമേ അവന്റെ കൺട്രോളിലിരിക്കുന്ന ബാക്കി എല്ലാവരെയും എനിക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ റാ ഇപ്പൊ എവിടെയാണ് ഉള്ളത് എന്ന കാര്യം എനിക്ക് അറിയത്തില്ല. റാനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സാഷയ്ക്ക് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇത് പൗളുടെ അടുത്ത് പറയുന്നത്. ഈ സമയം തന്നെ യൂറിയും കൂട്ടരും ആ പയ്യനെ എടുത്തുകൊണ്ട് അവർ നിൽക്കുന്ന ആ റൂമിലേക്ക് ചെന്നു. എന്നിട്ട് അവന്റെ അടുത്ത് അവന് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഈ പയ്യനും റായുടെ കൺട്രോളിലാണ്. പെട്ടെന്ന് അവൻ കത്തിയെടുത്തിട്ട് അവനെ ചോദ്യം ചെയ്യുന്ന പട്ടാളക്കാരന്റെ കഴുത്തിലിട്ടൊരു കുത്തുകൊടുക്കുകയാണ്. അതോടുകൂടി അയാളുടെ പണിയേറുന്നു. എന്നാൽ അടുത്ത സെക്കൻഡിൽ ബാക്കിയുള്ള പട്ടാളക്കാർ അവന് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. എങ്കിലും പെട്ടെന്ന് അവൻ അയാളെ കൊന്നതുകൊണ്ട് എല്ലാവരും ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം തന്നെ അവർ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് മറ്റൊരു പട്ടാളക്കാരൻ നിൽക്കുന്നുണ്ട്. അയാളിപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണാണ്. റായുടെ കൺട്രോളിലുള്ള ഒരു കൂട്ടം ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടെ ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും ആയുധങ്ങളും ഉണ്ട്. ഇത് പണിയാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ ബാക്കിയുള്ളവരെ വിവരം അറിയിച്ചു. അതിനെ തുടർന്ന് എല്ലാ പട്ടാളക്കാരും കൂടെ അവന്മാർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അവന്മാരും വിടുന്നില്ല. തുരുതുര അവന്മാരും തിരിച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഷൂട്ടൗട്ടാണ്. ഇപ്പൊ മറ്റേ ഭാഗത്ത് നിൽക്കുന്ന ഒലേക്കും കൂട്ടിലുണ്ടല്ലോ, അവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അവരെ അറ്റാക്ക് ചെയ്യാനും കുറെ ആൾക്കാർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവന്മാരും അവർക്കെതിരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം ഈ ഷൂട്ടൗട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഷൂട്ടൗട്ട് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യൂറിയുടെ കൂടെയുള്ള വലിയൊരു കാര്യം ചെയ്യുന്നത്. അവളുടെ കയ്യിൽ 2 ഫ്ലെയർ ഉണ്ട്. അതിൽ ഒന്നിന്റെ കളർ പർപ്പിളും ഒന്നിന്റെ കളർ റെഡുമാണ്. ഈ കളറിനൊരു ഉദ്ദേശമുണ്ട്. ഈ ഫ്ലെയർ ഷൂട്ട് ചെയ്താൽ അത് നേരെ മിലിറ്ററി ബേസിലേക്കായിരിക്കും പോവുക. പർപ്പിൾ കളറാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഞങ്ങളിവിടെ അപകടത്തിലാണ്, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് വരണം എന്നാണ്. ഇനിയിപ്പോൾ റെഡാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏകദേശം എല്ലാ ആൾക്കാരും മരിച്ചു, ഇങ്ങോട്ട് ആരും വരേണ്ട ആവശ്യമില്ല എന്നാണ്. ഇപ്പോൾ ഒല്ലി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പർപ്പിൾ ഫ്ലെയർ എടുത്തിട്ട് അത് ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ അത് കറക്റ്റായിട്ട് ആ മിലിറ്ററി ബേസിന് മുകളിലേക്ക് ചെന്ന് പൊട്ടുകയും ചെയ്തു. അത് അവിടേക്ക് വന്ന് പൊട്ടുന്നത് മേജർ ഡോൾമയും കണ്ടു. അവർ ചെക്ക് ചെയ്യുമ്പം അത് ടീം 7-ന്റേതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ ഈ സമയത്താണ് വേറെയും കുറെ ഫ്ലെയറുകൾ വന്ന് പൊട്ടുന്നത്. അതിൽ 4-5 പർപ്പിൾ കളറും ഉണ്ടായിരുന്നു, 2-3 റെഡ് കളറും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കാണുമ്പോൾ എങ്ങോട്ടാണ് സഹായം അയക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അവർക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷെ അവർക്കൊരു കാര്യം മനസ്സിലായി, അവരിപ്പം ഒരു യുദ്ധത്തിന്റെ നടുവിലാണ്. ഈ സമയമാകുമ്പോഴേക്കും യൂറിയും കൂട്ടരും ഇപ്പൊ അവർ നിൽക്കുന്ന ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് എത്തി. ഇനിയിപ്പോൾ അയാളുടെ ടീമിൽ ബാക്കിയുള്ളത് യൂറിയും ഒല്ലിയും പിന്നെ മറ്റൊരു പട്ടാളക്കാരനുമാണ്. ഇപ്പൊ ആ മിലിറ്ററി ബേസിന്റെ മുകളിലായിട്ട് വേറെയും കുറെ ഫ്ലെയറുകൾ പൊട്ടിയല്ലോ, അത് ഇവരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവിടുന്ന് ഒരു സഹായം ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ഇറങ്ങാം എന്നാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമയം തന്നെ മെറീനയും ആ ഈദും ബാക്കി കുറച്ച് ആൾക്കാരും കൂടെ ആ സാഷയുടെ അടുത്തേക്ക് ഒരു ഹെലികോപ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മെറീന ഈദിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് മരണമുണ്ടോ എന്നാണ് അവളുടെ ചോദ്യം. അതേക്ക് ഈദ് പറയുന്നത് മരണമില്ലായ്മ എന്നൊന്നില്ല, എല്ലാവർക്കും മരണമുണ്ട്. പക്ഷെ ഞങ്ങളുടെ വർഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാ കാലവും ജീവിക്കും. പക്ഷെ അത് ആരെങ്കിലും ഞങ്ങളെ കൊല്ലുന്നത് വരെ മാത്രമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോഡിയുടെ സ്ട്രക്ചർ ആൾട്ടർ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ സെൽസ് ഒക്കെ പുതിയതായിട്ട് വളർന്നു വരും. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് മാത്രമാണ്. ആരെങ്കിലും ഞങ്ങളെ കൊല്ലുകയാണെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരിപ്പോൾ അവരുടെ മിലിറ്ററി ബേസിലേക്ക് എത്തി. അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് മേജർ ഡോൾമെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയം ഇത് പറയുന്നത് സാഷയും കൊണ്ട് വളരെ സൈലന്റ് ആയിട്ടുള്ള റൂമിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ ആ റാ എവിടെയാണ് ഉള്ളത് എന്നവന് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അയാൾ ആ കാര്യം പറയുമ്പോൾ മെറീനയാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ യൂറിയും കൂട്ടരും ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഒരു റോപ്പ് വഴി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ ഈദും കൂട്ടരും ഇപ്പൊ സാഷയെ റൂമിന്റെ അകത്തേക്കാക്കി. ഇനിയിപ്പോൾ അവനെ വെച്ചിട്ട് ആ റാനെ കണ്ടുപിടിക്കണം, അതാണ് അവരുടെ ശ്രമം. ഈ സമയം ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഷയുടെ നെറ്റിയിലേക്ക് കൈവച്ചു ഇതെന്തൊക്കെ ചെയ്യാൻ തുടങ്ങി. അയാൾ അങ്ങനെ ചെയ്യുമ്പോൾ സാഷയ്ക്ക് ഇപ്പൊ റാ എവിടെയാണുള്ളത് എന്ന് കാണാൻ പറ്റി. അയാളിപ്പോൾ നിൽക്കുന്നത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ്. അവൻ ഉടനെ തന്നെ ആ ബിൽഡിങ്ങിന്റെ ചിത്രം വരച്ചെടുത്തു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന റാ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിയുന്നത്. അത് കണ്ടതും സാഷയാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ അവൻ ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ ഈദിന്റെ അടുത്ത് പറഞ്ഞു. ഞാനിപ്പോൾ ആ റായെ കണ്ടു. അയാൾ കിറോവിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അതിന്റെ ചിത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ അയാളെ നോക്കിയപ്പോൾ അയാൾ എന്നെയും കണ്ടു എന്നാണ് അവൻ പറയുന്നത്.
വല്ലാതെ പേടിച്ചിട്ടാണ് അവൻ അത്രയും പറഞ്ഞൊപ്പിക്കുന്നത്. ഈ സമയം തന്നെ യൂറിയും കൂട്ടരും അവിടുത്തെ റോഡിലൂടെ അങ്ങനെ നടക്കായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് കുറെ ആൾക്കാർ അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അത് കണ്ടതും യൂറിയാണെങ്കിൽ അവന്മാർക്ക് നേരെ ഷൂട്ട് ചെയ്തു. എന്നാൽ ഈ ഷൂട്ടൌട്ടിനിടയിൽ യൂറിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റേ പട്ടാളക്കാരൻ മരിച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും യൂറിയാണെങ്കിൽ ബാക്കി എല്ലാവരെയും കൊന്നുകളയുകയും ചെയ്തു. ഇനിയിപ്പോൾ അവരുടെ ടീമിൽ ബാക്കിയുള്ളത് ഒല്യ മാത്രമാണ്. ഇതേ സമയം തന്നെ ഈദും ബാക്കി കുറെ പട്ടാളക്കാരും കൂടെ അവരുടെ വണ്ടികളിലായിട്ട് നേരെ റായെ കണ്ടെത്താൻ വേണ്ടി പോവാണ്. എന്നാൽ പോകുന്ന വഴിക്കാണ് മെറീൻ ഇപ്പോൾ ഈദിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. അല്ല, എന്തുകൊണ്ട് സാഷയെ നമ്മുടെ വണ്ടിയിൽ കയറ്റിയില്ല? അവന് വേറെ വണ്ടിയിലാണോ കൊണ്ടിരുന്നത് എന്നാണ് അവളുടെ ചോദ്യം. അതേക്ക് നീതു പറയുന്നത് സാഷ നമ്മുടെ കൂടെയില്ല, അവനിപ്പോഴും മിലിറ്ററി ബേസിൽ തന്നെയുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവനിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന കാര്യം റായ്ക്ക് അറിയാം. അതുകൊണ്ട് അവനെ നമ്മുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് അപകടമാണ് എന്നാണ് ഇത് പറയുന്നത്. എന്നാൽ അവനത് പറഞ്ഞു കഴിയുമ്പോൾ മെറീനയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. അവൾ ഉടനെ തന്നെ വണ്ടി നിർത്താൻ പറയാണ്. അങ്ങനെ വണ്ടി നിർത്തി കഴിയുമ്പോൾ അവളും പട്ടാളക്കാരും കൂടെ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് അവർ ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണുന്നത്. കുറേയേറെ മിസൈലുകൾ ഇപ്പോൾ അവരുടെ മിലിറ്ററി ബേസിലേക്ക് പോവാണ്. അതെല്ലാം കൂടെ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ മിലിറ്ററി ബേസിലുള്ള പട്ടാളക്കാർ ആ മിസൈലുകൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കുറെ എണ്ണം അവർ തകർത്ത് കളയും ചെയ്തു. എന്നാൽ ഒരു മിസൈല് ആ ബേസിലേക്ക് വന്നു വീണു. അതോടുകൂടെ അത് മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ മെറീനയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. അവൾ ഉടനെ തന്നെ ഈദിന് നേരെ അവളുടെ തോക്കെടുത്തു. എന്തുകൊണ്ട് നീ ഇതൊന്നും തടഞ്ഞില്ല, എന്തിനാ അവനെ കൊലയ്ക്ക് കൊടുത്തു എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്ക് നീതു പറയുന്നത്, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ, അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മിസൈൽ ഇപ്പോൾ ഇവിടെയായിരിക്കും വന്ന് പതിക്കുക. പിന്നെ ഒരു യുദ്ധത്തിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ ചില ആൾക്കാരെങ്കിലും സ്വയം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നാണ് ഇത് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ യൂറിയും ഒല്ലിയും കൂടെ ഒരു കാറ് സംഘടിപ്പിച്ച് ആ ഏരിയയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവർ വണ്ടി നിർത്തി. യൂറി അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെയാണ് ഒലേഗും ടീമും ഉള്ളത്. അങ്ങനെ അവർ ഉടനെ തന്നെ ഒലേഗും ടീമും താമസിച്ച ആ റൂമിന്റെ അകത്തേക്ക് ചെന്നു. ഒലേഗിന്റെ ടീമിലുള്ള ഏകദേശം എല്ലാവരും മരിച്ചിട്ടുണ്ട്. 2-3 പേര് മാത്രമേ ജീവനോടെ ഉള്ളൂ. അങ്ങനെ ഇനി അടുത്തായിട്ട് എന്ത് ചെയ്യണം എന്ന് അവരവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഈദും ടീമും വരുന്ന ആ പട്ടാളക്കാരുടെ വണ്ടി അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അവർ വേഗം ആ വണ്ടികളുടെ അടുത്തേക്ക് ചെന്നു. ഈ സമയത്താണ് മേജർ അവരുടെ അടുത്ത മിഷനെ കുറിച്ച് അവരുടെ അടുത്ത് പറയുന്നത്. അതായത് ഉടനെ തന്നെ റായെ കണ്ടെത്തണം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തതിന് ശേഷം മേജർ ഇപ്പോൾ അവരെയും അവരുടെ വണ്ടികളിലേക്ക് കയറ്റാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ റായെ കണ്ടെത്താൻ വേണ്ടി അവർ കിറോവിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ അടുത്തേക്ക് വരുന്നത്. അവരെല്ലാവരും കൂടെ ആ വണ്ടികളെ അറ്റാക്ക് ചെയ്യാണ്. എന്നാൽ അവർ വണ്ടി നിർത്തുന്നില്ല. അവന്മാരെ എല്ലാവരും ഇടിച്ചു തെറിപ്പിച്ചിട്ട് അവർ മുന്നോട്ട് തന്നെ പോയി. അങ്ങനെ കുറെ പോയി അവരിപ്പോൾ ആ ബിൽഡിംഗ് കണ്ടെത്തി. അവർ വേഗം അവരുടെ ടാങ്ക് ആ ബിൽഡിങ്ങിനകത്തേക്ക് ഇടിച്ചു കയറ്റാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ടാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് വേഗം ബിൽഡിങ്ങിന് മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം അങ്ങോട്ട് ആൾക്കാർ ഓടി വരുന്നുണ്ട്. ബാക്കിയുള്ള പട്ടാളക്കാരൊക്കെ അവർക്ക് നേരെ ഇങ്ങനെ തുരുതുര വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈദും യൂറിയും ഇപ്പൊ ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. ഈദ് അങ്ങോട്ട് വന്നു കാണുമ്പോൾ വളരെ ദേഷ്യത്തില് റാ അവന്റെ അടുത്തേക്ക് തിരിയാണ്. അത് കണ്ടതും യൂറി അവനെ ഇടിക്കാൻ വേണ്ടി റായുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ അടുത്ത സെക്കൻഡില് റാ യൂറിയെ തൂക്കിയെടുത്തിട്ട് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. എന്നാൽ യൂറിക്ക് അവിടെ പിടുത്തം കിട്ടിയതുകൊണ്ട് അവൻ താഴേക്ക് പോയില്ല. അവൻ അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഈ സമയം ഈദ് റായുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫൈറ്റ്. അങ്ങനെ ഈ ഫൈറ്റിൽ അവസാനം ഈദ് തന്നെ ജയിച്ചു. അയാൾ ഇപ്പൊ റായുടെ നെഞ്ചിലേക്ക് അയാളുടെ കൈ കുത്തിയിറക്കാണ്. എന്നിട്ട് നെഞ്ചിനകത്തൊന്നും ഒരു ചിപ്പ് അയാൾ പുറത്തേക്ക് എടുത്തു. ഈ സമയം യൂറി ആ ബിൽഡിങ്ങിന് മുകളിലേക്ക് കയറി വന്നു. ഇതിന്റെ നിർദ്ദേശപ്രകാരം അവനൊരു ഗ്രനേഡ് എടുത്തിട്ട് റായുടെ നെഞ്ചിനകത്തേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതോടുകൂടെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് റാ ഇപ്പൊ മരിച്ചുപോയി. ഈ സമയമാകുമ്പോഴേക്കും കേണലും കൂട്ടരും കണ്ടെത്തി. അവർ നോക്കുമ്പോൾ ഇതിപ്പോ കണ്ണടച്ച് അവിടെ നിൽക്കുകയാണ്. അവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റായുടെ കൺട്രോളിലുണ്ടായിരുന്ന ആ ആൾക്കാരുണ്ടല്ലോ, ആ ബിൽഡിങ്ങിന്റെ താഴെ നിൽക്കുന്നവർ, അവരെ ന്യൂട്രലൈസ് ചെയ്യണം. അതാണ് അവന്റെ പരിപാടി. അങ്ങനെ കുറച്ച് സമയം അവനിങ്ങനെ കണ്ണടച്ച് നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ നിരന്ന് നിന്നിരുന്ന ആൾക്കാരൊക്കെ താഴേക്ക് വീഴാണ്. ഈ സമയത്താണ് സെന്നി ആ ബിൽഡിങ്ങിന് മുകളിലേക്ക് വരുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അത് കാണുമ്പോൾ ഈദ് അവന്റെ അടുത്തേക്ക് വന്നു. എന്റെ അയാൾ പറയുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നടക്കേണ്ടത് അതുപോലെ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഇത് പറയുന്നത്. ഈ സമയത്താണ് മെറീനെ ഈദിനെ വിളിക്കുന്നത്. ഇനി എന്താണ് അടുത്ത പരിപാടി എന്നാണ് അവളുടെ ചോദ്യം. ഈ സമയം ഈദ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കൊലപാതകങ്ങൾ തന്നെയായിരിക്കും. യുദ്ധം അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കുന്നത്. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ വർഗത്തെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിരുന്നു. ഞങ്ങൾക്ക് നിങ്ങളൊരു ഭീഷണിയാവോ എന്ന് വരെ ഞങ്ങൾ പേടിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ റാ വേറൊരു കാര്യം നിങ്ങൾക്കിടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പ്രത്യേക കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് മതമായിരുന്നു. ഈ മതം കൊണ്ട് റാ ഉദ്ദേശിച്ചിരുന്നത് സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ കൊല്ലുന്നൊക്കെ നിർത്തുവല്ലോ. എന്നാൽ റാക്ക് തെറ്റി. അവൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല പിന്നീട് കാര്യങ്ങളൊക്കെ നടന്നത്. മതത്തെ ഒരു കാരണമാക്കി നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൂടി വന്നു. മാത്രമല്ല നിങ്ങൾ കൊല്ലുന്നത് തുടരുകയും ചെയ്തു. അതും വളരെ കൂടിയ അളവിൽ. നിങ്ങൾക്ക് ഒരിക്കലും സ്നേഹമൊന്നും തോന്നത്തില്ല. മാത്രമല്ല നിങ്ങൾക്ക് ദയയില്ല, അനുകമ്പയില്ല, അങ്ങനെ ഒന്നും തന്നെ നിങ്ങൾക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണോ ക്രിയേറ്റ് ചെയ്തത് അത് തന്നെ തുടരുക.
ഉടനെ തന്നെ ഞങ്ങളുടെ ആ ഷിപ്പ് ഇങ്ങോട്ടെത്തും. എന്നെപ്പോലത്തെ ഒരുപാട് ആൾക്കാർ അതിനകത്തുണ്ട്. അവരെല്ലാവരെയും കൊന്നു കളയണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെയാണ് ഇത് പറയുന്നത്. അയാൾ ആ കാര്യങ്ങളൊക്കെ പറയുമ്പം സെന്നി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ സഹായിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ റേഡിയേഷൻ പ്രയോഗിച്ചത്? നിങ്ങൾ കാരണം എത്ര ആൾക്കാരാണ് ഇവിടുത്തെ കൊല്ലപ്പെട്ടത്? അവൻ്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ആ ഷിപ്പിലുള്ള ആൾക്കാരൊക്കെ ഈ കാര്യം അറിയും. അങ്ങനെ വരുമ്പം അവരൊരു ഡിഫൻസീവ് മോഡിലേക്ക് മാറും. പിന്നെ അവർ തന്നെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പം അവരെ സംബന്ധിച്ചിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ക്ലൂ ഇല്ല. മാത്രമല്ല അവരെ കീഴ്പ്പെടുത്താൻ നമ്മുടെ മുമ്പിൽ ഒരു ചാൻസും ഉണ്ട്. അതേക്കുമ്പം അപ്പം നിങ്ങൾ ഞങ്ങളുടെ ജീവൻ വളരെ നിസ്സാരമായിട്ടാണോ കാണുന്നത്? ഒരു കാരണമില്ലാതല്ലേ നിങ്ങൾ ഇത്രയും ആൾക്കാരെ കൊന്നു കളഞ്ഞത് എന്നാണ് മെറീന ചോദിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യത്തിനുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ജീവനോടെയുണ്ട്. അതിൽ കൂടുതലൊന്നും ഇനി ഭൂമിക്ക് ആവശ്യമില്ല എന്നാണ് ഇത് പറയുന്നത്. അയാൾ ആ പറയുന്നത് കേൾക്കുമ്പം യൂറി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ കൂടുതൽ ആളുകളൊന്നും ആവശ്യമില്ലാന്നോ? എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. അവരെനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു. ഇല്ല യൂറി, അവരുടെ ആവശ്യം ഇനി നിനക്കില്ല. ഇനി ഇവിടെ ആവശ്യം നിന്റെ പുതിയ തലമുറയാണ്. അവരായിരിക്കണം പുതിയ സിവിലൈസേഷന്റെ ആരംഭം. ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ശക്തിയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, ദൈവം. ആ ദൈവം ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഈ ഞാൻ തന്നെ. ഞാൻ ഇനി എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അങ്ങനെയും കൂടെ പറയുമ്പോൾ സെന്നിക്ക് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. നിങ്ങളൊരിക്കലും ഒരു ദൈവമൊന്നുമല്ല, നിങ്ങളൊരു ഡെവിളാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നെയാണ് പണി. ഇത്രയും സമയം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യായിരുന്നു, ഇനി ഒരിക്കലും അത് ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതേക്ക് നീ ഇത് പറയുന്നത്, ഞാൻ തന്നെയാണോ നിങ്ങളുടെ ദൈവം? എന്നെപ്പോലെ ഒരു ദൈവത്തെ നിങ്ങൾ അർഹിക്കുന്നുള്ളൂ. ഇതെല്ലാം കേൾക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഒല്ലിക്ക് ദേഷ്യം വന്നു. അവൾ ഉടനെ തന്നെ അവളുടെ തോക്കെടുത്തു. എന്നാൽ അത് കാണുമ്പോൾ യൂറി അവളെ തടഞ്ഞു. അവൻ പറയുന്നത്, നീ നിന്റെ തോക്ക് താഴെട്ടെ. നമ്മൾ ജീവനോട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇവന്റെ കൂടെ നിന്നേ പറ്റൂ. കാരണം ഇവനെ പോലത്തെ മില്യൺ കണക്കിന് ആൾക്കാരാണ് ഇപ്പം ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അവരെ കീഴടക്കണം എന്നുണ്ടെങ്കിൽ ഇവന്റെ സഹായം നമുക്ക് കൂടിയേ തീരൂ എന്നാണ് യൂറി പറയുന്നത്. എന്നാൽ അവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് സെന്നി ഒരു കാര്യം ചെയ്യുന്നത്. അവിടെ ഒരു കത്തി അടക്കുന്നുണ്ട്. അവൻ അതും എടുത്തുകൊണ്ട് ഈദിനെ കുത്താൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. എന്നാൽ അത് കാണുന്ന ഈദ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ജസ്റ്റ് ഒന്ന് ട്രിക്ക് ചെയ്തു. അതിനെ തുടർന്ന് അവൻ ആ കത്തി വെച്ച് കുത്തുന്നത് കേണലായ മെറീനയാണ്. അതോടുകൂടെ അവൾ മരിക്കുകയും ചെയ്തു. ഇതൊക്കെ കൂടെ ആവുമ്പം സെന്നിക്ക് ശരിക്കും ഭ്രാന്ത് വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ അവിടെ നിൽക്കുന്ന ഒലേഗ് ഇപ്പം ഈദിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ അത് കാണുമ്പോൾ യൂറി അവനെ തടഞ്ഞു. യൂറി അവനെ തടഞ്ഞത് ഒലേഗിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ യൂറിയെ പിടിച്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒലേഗിന് യൂറിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. യൂറി ഉടനെ തന്നെ ഒലേഗിനിടിച്ച് താഴേക്ക് ഇട്ടു. അതിനുശേഷം അവനിങ്ങനെ തുടരെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ഒല്ലിക്ക് ശരിക്കും ദേഷ്യം വന്നു. അവൾ അവളുടെ തോക്കെടുത്തിട്ട് യൂറിക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ അയാൾ അപ്പുറത്തേക്ക് വീണു. എന്നാൽ ഈ സമയത്താണ് സെന്നി വീണ്ടും എഴുന്നേക്കുന്നത്. അവൻ ആ കത്തി എടുത്തിട്ട് ഇതിനെ കുത്താൻ തുടങ്ങാണ്. എന്നാൽ അപ്പോഴേക്കും അയാൾ ആ കത്തി തടഞ്ഞു. അതിനുശേഷം അവന്റെ കഴുത്തിന് കയറി പിടിച്ചു. എന്നാൽ ഈ സമയം അയാളുടെ കയ്യിൽ നിന്നും റായുടെ നെഞ്ചിൽ നിന്ന് എടുത്ത ആ ചിപ്പ് ഉണ്ടായിരുന്നല്ലോ, അത് താഴേക്ക് വീണു. അങ്ങനെ അയാളിപ്പം അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഒലേഗ് അവിടെ നിന്ന് എഴുന്നേക്കുന്നത്. അവനിപ്പോൾ തോക്കെടുത്തിട്ട് ഈദിന് നേരെ ഷൂട്ട് ചെയ്യാണ്. പക്ഷെ അതുകൊണ്ടൊന്നും അയാൾക്കൊന്നും പറ്റുന്നില്ല. മാത്രമല്ല അയാളിപ്പോൾ ഒലേഗിനെ ഒന്ന് ട്രിക്ക് ചെയ്യാണ്. അതിനെ തുടർന്ന് ഒലേഗ് ഇപ്പോൾ കാണുന്നത് അവന്റെ അച്ഛനെയാണ്. പക്ഷെ ഇത് മാത്രമല്ല അവന്റെ അച്ഛന്റെ രൂപത്തിൽ നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അവന്റെ അച്ഛന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒലേഗിന് ശരിക്കും കൺഫ്യൂഷനായി. അവനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സെന്നി എഴുന്നേക്കുന്നത്. അവനിപ്പോൾ ഓടി വന്നിട്ട് ആ ഈദിനെ പിടിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. അങ്ങനെ അത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണതിനെ തുടർന്നിട്ട് സെന്നിയും മരിച്ചു, ഈദും മരിച്ചു. ബാക്കി എല്ലാവരും ഇതെല്ലാം മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഈദിന്റെ ആ ഷിപ്പ് ഉണ്ടല്ലോ, അതിപ്പോൾ അവിടേക്ക് എത്തി. ഒരു ഭീമാകരമായിട്ടുള്ള ഒരു ഷിപ്പായിരുന്നു അത്. അതിങ്ങനെ പതുക്കെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഒലേഗും കൂട്ടരും അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അവർ മറ്റൊരു കാര്യം കാണുന്നത്. താഴെ വീണ് കിടക്കുന്ന ആ ചിപ്പുണ്ടല്ലോ, അതിൽ ലൈറ്റ് കത്താൻ തുടങ്ങി. ഒലേഗ് വേഗം ചെന്നിട്ട് ആ ചിപ്പ് എടുത്തു. അതിനുശേഷം അവൻ അലീനയും ഒല്ലിയെയും കൂട്ടി നേരെ ഷിപ്പിന്റെ അടുത്തേക്ക് പോവാണ്. അവരങ്ങോട്ട് ചെല്ലുമ്പം ഷിപ്പിൽ നിന്നും ഒരു ബ്രിഡ്ജ് താഴേക്ക് വന്നിട്ടുണ്ട്. അവർ വേഗം അതുവഴി ആ ഷിപ്പിനകത്തേക്ക് കയറി. അതിനകത്തെ കാഴ്ച അവർ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നല്ല വലുപ്പമുള്ള ഒരു ഷിപ്പാണത്. അതിനകത്ത് മൊത്തം ക്രയോ പോഡുകളാണ്. ആ പോഡുകൾക്കകത്താണെങ്കിൽ ആ ഏലിയൻസും. ഇതുകൂടാതെ അവർ നോക്കുമ്പോൾ മുകളിലൂടെ ഒരു വലിയ കുഴൽ പാസ് ചെയ്യുന്നുണ്ട്. അതിനകത്താണെങ്കിൽ പച്ച കളറുള്ള ഒരു ലിക്വിഡും കാണാം. ആ ലിക്വിഡ് എല്ലാം താഴെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതെല്ലാം പോഡുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ലിക്വിഡാണ് ഈ പോഡിനകത്തുള്ള അവരുടെ ജീവൻ നിലനിർത്തുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഉടനെ തന്നെ ആ പോഡ് ഓപ്പൺ ആവും. അതിനു മുമ്പ് ഇവരെ കൊന്നു കളഞ്ഞിട്ടില്ലെങ്കിൽ അത് പണിയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒലേഗ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു പോഡിനെ നേരെ ഷൂട്ട് ചെയ്തു. അതിനെ തുടർന്ന് ആ ലിക്വിഡൊക്കെ വെളിയിലേക്ക് വന്നിട്ട് ആ പോഡിനകത്തുണ്ടായിരുന്ന ആള് മരിച്ചുപോയി. ഇനിയിപ്പോൾ ഇവരെ കൊല്ലാൻ ഇതേ ഒരു വഴിയുള്ളൂ. പക്ഷെ അവരുടെ മുമ്പിൽ ആകെ കുറച്ച് സമയമാണുള്ളത്. പോഡുകളാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് ഓരോ പോഡിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതൊക്കെ വെടിവെച്ച് പൊട്ടിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോഴാണ് ഒല്ലി ഒരു കാര്യം ചെയ്യുന്നത്. അവൾ അവിടെ കിടക്കുന്ന ഒരു മഴു എടുത്തിട്ട് അതിലെ കണക്റ്റഡ് ആയിരിക്കുന്ന ആ ട്യൂബിന് ഒരു വെട്ട് കൊടുക്കുകയാണ്. അതോടുകൂടെ അത് പൊട്ടിയിട്ട് അതിനകത്തുനിന്ന് ആ ലിക്വിഡ് വെളിയിലേക്ക് വന്നു. അതിനെ തുടർന്ന് ആ ട്യൂബ് കണക്റ്റഡ് ആയിരിക്കുന്ന എല്ലാ പോഡിനകത്ത് ആൾക്കാരും മരിച്ചുപോയി.
അപ്പൊ ഇതൊരു നല്ല ഐഡിയ ആണ് എന്ന കാര്യം ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ചെന്നിട്ട് ഓരോ ട്യൂബുകളായിട്ട് ഇങ്ങനെ പൊട്ടിക്കുകയാണ്. അതോടുകൂടെ ആ ട്യൂബുകളൊക്കെ കണക്ട് ആയിരിക്കുന്ന എല്ലാ ഏലിയൻസും മരിച്ചുപോയി. ഇനി ആകെ കുറച്ച് പോഡുകളാണ് ബാക്കിയുള്ളത്. എന്നാൽ അവരതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് മൊത്തം ചെറിയ കുട്ടികളാണ്. അവർക്ക് അവരെ കൊല്ലാൻ തോന്നുന്നില്ല. അങ്ങനെ അവർ 3 പേരും കൂടെ ആ കുട്ടികളെ നോക്കി നിൽക്കുമ്പോഴാണ് സമയം കഴിഞ്ഞ് അവരുടെ പോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്നത്. അങ്ങനെ അതെല്ലാം ഓപ്പൺ ആയി കഴിയുമ്പോൾ ആ കുട്ടികളെല്ലാവരും പുറത്തേക്ക് വന്നു. അവരെല്ലാവരും കൂടെ ഇങ്ങനെ കൂട്ടത്തോടെ അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഒലേഗിനെയും കൂട്ടരെയും കണ്ട് കുട്ടികളെല്ലാവരും ശരിക്കും പേടിച്ചിട്ടുണ്ട്. അവരിപ്പം ഇവരുടെ അടുത്തേക്ക് അടുക്കുന്നില്ല. അത് മനസ്സിലാവുമ്പോൾ ഒലേഗ് അവന്റെ കയ്യിലുള്ള തോക്ക് താഴേക്ക് ഇട്ടു. എന്നിട്ട് ആ കുട്ടികളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.